അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ ആദ്യത്തെ പേര് അനു, ഇപ്പോഴത്തെ പേര് ഷഹാന. ഞാൻ വളരെ മുൻപേ തന്നെ ഖുറാനുമായി അടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്. ഇസ്ലാമികപരമായ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പങ്കെടുത്ത കുറെ ക്ലാസ്സുകളുടെ അറിവുകളാണ് ഒരുപാട് പിന്നെയും അറിവുകൾ നേടണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കിയത്. ഖുറാനുമായി ഒരുപാട് അടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാടൊന്നും അറിവുകൾ കിട്ടിയിട്ടില്ലെങ്കിലും വളരെ കുറച്ചാണെങ്കിലും ഇനിയും അറിവുകൾ നേടാമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പൊ വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട്. ഏകത്വം ആ ഒരു ഏകദൈവം മാത്രമാണെന്നുള്ള വിശ്വാസമൊന്നും ആദ്യം എനിക്ക് അത്രക്കും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ ഏകദൈവം, അത് അള്ളാഹു ആണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഖുറാൻ എനിക്ക് ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ബുക്സും ഒക്കെ കൊണ്ടു തന്നത് യൂനസ് സലീം എന്ന ട്രൂത്തിന്റെ സംഘാടകനാണ്. ആ സംഘാടകൻ വേദിയിലുണ്ട്. ആ യൂനസ്കാരനാണ് ഞാൻ. അങ്ങനെയല്ല, ദൈവം എനിക്ക് ഹിദായത്ത് നൽകിയെങ്കിലും യൂനസ്ക അതിലൊരു ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴും യൂനസ്ക ഒരുപാട് തരത്തിൽ എന്നെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് അറിവുകൾ നേടാനായാലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്റെ വീടായിട്ടോ നാടായിട്ടോ ഒന്നും യാതൊരു ബന്ധം എനിക്കില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നതും എന്റെ നാട്ടിലൊന്നുമല്ല. ഇപ്പോ ഒറ്റയ്ക്കല്ല, കല്യാണം കഴിഞ്ഞു. ഇപ്പോ ഭർത്താവുണ്ട്. ഭർത്താവ് വേദിയിലുണ്ട് ഇവിടെ. പിന്നെ ഇപ്പൊ ഒരു രക്ഷാധികാരി എനിക്കുണ്ട്. രക്ഷാധികാരി അബ്ദുൽ കബീർ എന്ന, ഞാൻ ഉപ്പച്ചി വിളിക്കുന്ന എന്റെ ഉപ്പച്ചി ഇവിടെ ഇല്ല. ഉമ്മച്ചി ഇവിടെ ഉണ്ട് വേദിയില്, സമീറ. ഒരൊക്കെയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതിലും എനിക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുള്ളത്. ആദ്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഒരുപാട് കേസും കോടതിയും ഒക്കെ ആയിട്ട് ഒരുപാട് തരണം ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഹിന്ദു ഐക്യവേദിയിലുള്ള ശിവസേന എന്നുള്ള ഒരു സംഘടനയില് ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. ഇപ്പോ അതിൽ നിന്നൊക്കെ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇത്രയും വലിയൊരു സദസ്സിന് മുമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്, ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം. അതിന് മുന്നേ നിന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നിൽക്കുന്നതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ഈ ഒരു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഖുറാൻ എന്ന് പറഞ്ഞാൽ ഖുറാൻ എല്ലാ ജനങ്ങൾക്കും കൂടി ഇറക്കിയതാണ്. അല്ലാതെ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിംസിന് മാത്രമാണ് എന്ന ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഖുറാനെ കൂടുതലും അറിഞ്ഞിട്ടുണ്ട്, കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ ഖുറാൻ എല്ലാവർക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ്. ഇപ്പോ ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യൻസിനായാലും അങ്ങനെ ഓരോ വിഭാഗക്കാർക്കെന്നല്ല, എല്ലാവർക്കും വായിക്കാവുന്ന ഒന്നാണ്. ഇപ്പോ അത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവുന്നല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പോ ഹിദായത്ത് ദൈവം കൊടുത്തിട്ട് വന്നവരുണ്ട്, അത് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അതിലേക്ക് ഇറങ്ങി വരാൻ പറ്റാത്തവരുണ്ട്. അതൊക്കെ അത്രയും ആളുകളെ ഇനി ഇതുപോലെയുള്ള നമ്മളാണ് ഇനി അവരെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും അവരെ ഈ ഇസ്ലാം എന്നതിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുമാണ്. എത്രയോ പേരുണ്ട് ഇസ്ലാം മതം എന്തെന്ന് അറിഞ്ഞിട്ട് ഇതിലേക്ക് വരാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ. ഞാനും അതുപോലെ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു വരാൻ. ആ ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം എനിക്ക് തരണം ചെയ്തു തന്നു. പല പ്രതിസന്ധികളിൽ നിന്നും എന്നെ ദൈവം ഒരുപാട് സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഷഹാന എന്നൊരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കാൻ ഒരു ചാൻസ് ഇല്ല. ദൈവം എനിക്ക് ഹിദായത്ത് നൽകി, എനിക്ക് തൗഫീക്ക് നൽകി ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതിൽ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം പഠിച്ച സൂറത്ത് കുൽഹു അല്ലാഹു അഹദ്, ആ സൂറത്താണ്. വളരെയധികം എന്നിൽ സ്വാധീനം ചെലുത്തിയൊരു സൂറത്താണ്. അല്ലാഹു ഏകനാണ്, ആ ഒരു കൺസെപ്റ്റ് എന്റെ മനസ്സിലേക്ക് വന്നത് ആ സൂറത്തിന് ശേഷമാണ്.
പഠിച്ചതിന് ശേഷം ഒരുപാടൊന്നും സൂറത്ത് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറെയൊക്കെ വായിക്കാനും അറിയാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ പുണ്യ റമദാൻ മാസത്തില് ഞാനിപ്പോ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ എനിക്ക് പറ്റിയതിലും ഇപ്പൊ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോ ഈ റമദാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് എന്റെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ റമദാനാണ്. അപ്പോ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു റമദാൻ എനിക്ക് ഉണ്ടാക്കിയ ദൈവത്തിനോട് ഞാൻ സ്തുതിക്കുന്നു. പിന്നെ ഇപ്പോ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോ ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല് ഇതിനു മുന്നുള്ള പല വേദികളിൽ നിൽക്കുമ്പോഴും ഇത്ര ഒരു സംതൃപ്തി ഉണ്ടായിട്ടില്ല. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോ അള്ളാഹുവിനെ അടുത്തറിഞ്ഞ് അള്ളാഹു അത്രയും ഇപ്പോ എനിക്ക് ഉറപ്പുണ്ട് അള്ളാഹു എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇപ്പൊ അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിട്ടും ഞാൻ അറിയാണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് വൻ നഷ്ടമായി പോയേനെ. ഒരുപാട് ഓഫറുകൾ തരുന്ന ഒരു മതമാണ് ഇസ്ലാം. എന്ത് ചെയ്താലും അതിന് കൂലി കിട്ടും. നമ്മൾ ഇപ്പൊ ഇവിടെ ഈ ദുനിയാവിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇനി പരലോകത്തും ഒരു ജീവിതമുണ്ട് എന്നുള്ള ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന പല ആൾക്കാരുണ്ട്. ഇസ്ലാമിൽ തന്നെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, അങ്ങനെ ഉള്ളവരുണ്ട് എന്നാ പറയുന്നത്. ഞാൻ പഠിച്ചതിലും അറിഞ്ഞതിലും വെച്ചാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ആ ഒരു ജീവിതം ഇപ്പോഴുള്ള ഈ ഒരു ജീവിതത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനി പരലോകത്തുള്ള ജീവിതത്തിനാണ്. അപ്പോൾ പരലോകത്ത് ദൈവത്തിന് അടുത്ത് കാണുമ്പോഴുള്ള ആ ഒരു സന്ദർഭവും അതൊക്കെ അതാണ് ഞാൻ ഇപ്പൊ എന്റെ മനസ്സിലുള്ള ചിന്ത. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നതും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഖുർആൻ ഇപ്പൊ ഒരുവിധമൊക്കെ ഓതാനും ഓതുന്നുണ്ട്. പിന്നെ പരിഭാഷ വായിക്കാറുണ്ട്. അങ്ങനെ അറിവുകൾ ഇങ്ങനെ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രൂത്ത് എന്നുള്ളൊരു സംഘടന ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഒരുപാട് അറിവുകൾ എനിക്ക് കിട്ടാൻ കാരണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ കുറെ അറിവുകളൊന്നും കിട്ടൂല. പിന്നെ കുറെ ക്ലാസ്സിന് പോയിട്ടുള്ള അറിവുകളുണ്ട്. ക്ലാസ്സിന് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ മനസ്സിലുള്ളൂ. ഒരു ക്ലാസ്സിൽ പറയുകയുണ്ടായി, ഞാൻ പങ്കെടുത്തൊരു ക്ലാസ്സിൽ, അള്ളാഹു ഏകനായതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സൃഷ്ടാവായ അള്ളാഹു വിചാരിക്കാണ് നാളെ ഇപ്പോ സൂര്യൻ ഉദിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്താ? അള്ളാഹു അങ്ങനെ വിചാരിച്ച സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ കഴിഞ്ഞില്ലേ കാര്യം? അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു. അത് അന്ന് ക്ലാസ് കിട്ടിയപ്പോ മുതൽ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ വിഷയത്തെ പറ്റിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നാം ശ്വസിക്കുന്ന വായു, അതിപ്പോ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ വന്ന് ഹോസ്പിറ്റലായാൽ 1 മണിക്കൂറിന് നമ്മൾ ശ്വസനവായു കിട്ടണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം? എന്നാൽ നമ്മൾ ആ ഓരോരോ മണിക്കൂർ ശ്വസിക്കുന്നത്, അപ്പൊ 365 ദിവസം വർഷത്തിൽ ശ്വസിക്കുന്ന വായുവിന് നമ്മൾ എത്രമാത്രം പൈസ കൊടുക്കേണ്ടി വരും? ദൈവം നമുക്കത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ. ഒരുപാട് നന്മകളും അല്ലെങ്കിൽ ഖുർആൻ ഇറക്കിയത് തന്നെ നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ്. ആ രീതിയിൽ നടക്കാനും അള്ളാഹുവിനെ സ്തുതിച്ച് നടക്കാനും. അല്ലാതെ അള്ളാഹുവിനെ സ്തുതിക്കാതെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാനാണെങ്കിൽ ഈ ഒരു അള്ളാഹു അങ്ങനെ കുറെ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പിന്നെയും ജീവിക്കാത്തവര് ഒരിക്കലും സ്വർഗത്ത് പോവില്ല. സ്വർഗവും നരകവും എന്ന 2 കാര്യങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യുകയില്ല. അതൊക്കെ എനിക്കിപ്പോ കുറെ വിശ്വാസമായി. കാരണം നല്ലത് ചെയ്യുന്ന സ്വർഗത്ത് പോവും, അതെല്ലാവർക്കും അറിയാമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ ഞാനും അങ്ങനെ കുറെ അറിവുകൾ കിട്ടിയതുകൊണ്ട് ഇപ്പോ നിങ്ങൾ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ ഇപ്പോ ഈ ഇവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞ പോലെ എന്നെ സഹായിച്ച യൂനസ് സലീം എന്ന യുനെസ്കോക്കാണ് ഞാൻ ഒരുപാട് നന്ദി പറയണേ. എനിക്ക് അത്രക്കോ യുനെസ്കോ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നിൽക്കുന്നതിന്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവും സഹായിക്കുന്നുണ്ട്. പിന്നെ യുനെസ്ക, ഞാൻ പറഞ്ഞ ഉമ്മച്ചി എല്ലാരും. ഉമ്മച്ചി വെച്ചാല് ഉമ്മച്ചിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല, ഞാൻ ഉമ്മച്ചിന്ന് വിളിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എല്ലാരും വിചാരിക്കും ഞാൻ ഉമ്മച്ചിന്ന് പറയുന്നുണ്ട്, പ്രായമില്ല. ശരിയാണ്, ഉമ്മച്ചിക്ക് വലിയ പ്രായമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഹിദായത്ത് കിട്ടി ഞാൻ വന്ന് എന്നെ ആ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ട്രൂത്തിനും പിന്നെ ഇതുപോലെ എനിക്കൊരു വേദി തന്ന ഈ പ്രോഗ്രാമിന്റെ സംഘാടകർക്കും എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഈ വേദിയിൽ നിർത്തി നിങ്ങളോട് ഇത്രയും സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന പടച്ചവനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പടച്ചവനെ ഞാൻ സ്തുതിക്കുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ വന്നതുപോലെ തന്നെ
ഒരുപാട് കുട്ടികളുണ്ട് ഇതുപോലെ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പറ്റാത്ത ഒരുപാട് പേര്. അപ്പൊ അവർക്കൊക്കെ നിങ്ങളെപ്പോലെയുള്ള ഓരോരുത്തരായിരിക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കേണ്ടതും അവരെ ഇതിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇസ്ലാം എന്തെന്ന് അറിഞ്ഞാലും ഇസ്ലാം എന്നെന്താ അറിവ് പകർന്നു കൊടുക്കാനാണ്. നമ്മളിൽ എന്തുണ്ട് അത് പകരാനാണ് അറിവ് പറയുന്നത് ഇസ്ലാം. അപ്പോ നമ്മളെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പകർന്നു കൊടുത്തിട്ട് ഇതിലേക്ക് വരാൻ ആഗ്രഹമുള്ള ഓരോരുത്തരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഇതിലായിരിക്കും ഇനിയുള്ള ഇപ്പൊ കുറെ അതിനായിട്ടുള്ള കുറെ സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ എത്രയോ ഹിദായത്ത് കിട്ടിയിട്ടും വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വരാൻ സാധിച്ചേക്കും. ഒരുപാട് പേരുണ്ട്, എന്റെ അറിവിലുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ അറിവിലും ഉണ്ടായിരിക്കാം. അപ്പോ നമ്മളാണ് പടച്ചോനെടുത്ത് അതിനുള്ള കൂലി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. കാരണം പടച്ചോൻ ഇസ്ലാം എന്നാൽ എന്താ, ഏതൊരു വ്യക്തിയും ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്നത് ഏതൊരു കുട്ടിയും ജനിക്കുന്നത് ഇസ്ലാമായിട്ട് തന്നെയാണ്. പക്ഷെ ആ കുട്ടികളുടെ ഇപ്പൊ ഞാനായാലും എന്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളായതുകൊണ്ട് ഞാൻ വളർന്നിപ്പോ ഈ 2 മാസം മുമ്പാണ് ഞാൻ ഈ മതം സ്വീകരിച്ചത്. അപ്പൊ അതിനു മുമ്പ് വരെയുള്ള കാലത്ത് ഞാൻ അവരുടെ രീതിയിലാണ് ജീവിച്ചു വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയില്ല. അപ്പൊ ഏതൊരു ചെറിയൊരു കുട്ടിയായാലും ആ കുട്ടി ജനിക്കുന്നത് ഇപ്പൊ ഹിന്ദു മതത്തിലായാലും വേറെ ഏത് മതത്തിലായാലും ഇസ്ലാം തന്നെയാണ്. പ്രായമായി വരുമ്പോ അവർക്ക് വിവേകം പഠിച്ചവൻ എന്തിനാ അപ്പൊ വിവേകമായിട്ടും ബുദ്ധിയും അത്യാവശ്യത്തിന് വേണ്ട ബുദ്ധിയും കൈകാലുകളും കണ്ണുകളും കേൾവിശക്തിയും ഒക്കെ തന്നത് ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടല്ലേ. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കുറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി എല്ലാവരും ഇങ്ങനെ വരാൻ താല്പര്യമുള്ള കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാവരോടും എനിക്കതാ പറയാനുള്ളത്. ഞാൻ വന്നതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വന്നെങ്കിൽ അങ്ങനെ ഇനി ഒരുപാട് കഷ്ടപ്പാട് ഒരു കുട്ടിയേക്കും വരാണ്ടിരിക്കട്ടെ. ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. കാരണം എനിക്ക് കേസും മാതാപിതാക്കളും ഒക്കെ വളരെ എതിർപ്പായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ കുറെ ബുക്സിലൂടെയൊക്കെ ട്രൂത്തിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ട്രൂത്തിലെ യൂനെസ്കോനെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഈ ഒരു മതം സ്വീകരിക്കാൻ എനിക്ക് പറ്റിയത്. അപ്പോ എല്ലാവരും ഇനിയും ഒരുപാട് കുട്ടികൾ വരാനുള്ളത് കൊണ്ട് അവർക്കൊക്കെ വേണ്ടി ധാരാളം പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പൊ ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഇനി അധികം ഞാൻ ഒന്നാമത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കണേ. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു വച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം എനിക്ക് അങ്ങനെ സംസാരിച്ച ശീലമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ നിർത്തി ഇത്രയും നേരം സംസാരിക്കാൻ എനിക്ക് എന്നെ പ്രാപ്തിയാക്കിയ സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിങ്കൽ ഞാൻ സ്തുതിക്കുന്നു.